വയനാട് ടൗൺഷിപ്പിന് സമീപം താമസിക്കുന്ന 8 കുടുംബങ്ങൾ അടിയന്തരമായി മാറി താമസിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കൽപ്പറ്റ വില്ലേജ് ഓഫീസ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വലിയ മൺകൂനകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് നീക്കം. എന്നാൽ ആരോടും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ 18-ാം തീയതിയാണ് കൽപ്പറ്റ വില്ലേജ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി അടിയന്തരമായി പ്രദേശത്തു നിന്ന് മാറി താമസിക്കണമെന്ന് 8 കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടീസ് കൊടുത്തിട്ട് വീടുകളിൽ 4 വീടുകളിൽ മാത്രം തന്നത്. ഇപ്പോൾ എല്ലാം കെട്ടിക്കഴിഞ്ഞ് മഴ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, ആ മണ്ണ് മൊത്തം എല്ലാ ബിൽഡിങ്ങും ഒന്ന് നേരെ ഒലിച്ച് താഴോട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് തന്നെ പേടിയായി. മൊത്തത്തിൽ വീട് തന്നെ കെട്ടിയതടക്കം ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മളോട് എത്രയും പെട്ടെന്ന് മാറണമെന്ന് അവർ പറയുന്നത്. ഞങ്ങളിവിടെ കാലങ്ങളായിട്ട് ജനിച്ചു വളർന്ന ആളുകളാണ്. ഞങ്ങളുടെ സ്വത്തും സ്വന്തം സംരക്ഷണം തരേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അവർ താമസം മാറിപ്പോകാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കൊരു വീട് അവരൊരുക്കി തരണം, തൽക്കാലമെങ്കിലും. ഇവിടുത്തെ ഭീഷണി ഉണ്ടെങ്കിൽ മാറാം. ഇത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ദുരിതമല്ല. നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. എന്നാൽ തങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് കുടുംബങ്ങൾ പറയുന്നു. പെട്ടെന്ന് എങ്ങോട്ട് മാറുമെന്നുള്ള ആശങ്കയിലുമാണ് കുടുംബങ്ങൾ. അപ്പം നമുക്കിപ്പോൾ മാറാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ പ്രത്യേകമായിട്ട് സ്ഥലമോ സ്കൂളോ ഒന്നും ഒരുക്കിയിട്ടൊന്നുമില്ല. ഞങ്ങളതിൽ തന്നിൽ നിങ്ങളെ കുടുംബക്കാരെ എവിടേക്കോ ബന്ധു വീടുകളിലേക്കോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ വീട്ടിലേക്കൊക്കെ മാറി താമസിക്കുക എന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന സ്ഥലത്തേക്ക് മാറിക്കോളി, നിങ്ങൾക്ക് ഇത്ര പൈസ തരാം അല്ലെങ്കിൽ ഇന്ന തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ഈ തന്ന നോട്ടീസ് ആരും അറിയാതെ വില്ലേജ് ഓഫീസറോട് കൊണ്ടുവന്ന് കൊടുത്തത്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളൊരു നോട്ടീസ് കൊടുത്ത് അവർ മാറിയില്ല, ഇത് അറിയിക്കാൻ വേണ്ടി മാത്രം തന്നാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പോകേണ്ട ആളുകളല്ല. ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളൊരു വലിയ ദുരന്തം അനുഭവിച്ചു വരുന്ന ജനതയെ സ്വീകരിച്ച് ഞങ്ങളുടെ നാടിൻ്റെ അഡ്രസ്സ് കൊടുത്ത് സ്വീകരിച്ച ജനതയാണ്. ഞങ്ങൾക്ക് കൂടി സംരക്ഷണം തരേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മാറി താമസിക്കാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. 177 കുടുംബങ്ങളാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അവിടെ മണ്ണുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുള്ളത്, അവിടെ കൂട്ടിയിട്ട മണ്ണ് മഴ പെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കൽപ്പറ്റ ടൗണിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരാശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് എടുത്തു. ചില നിർദ്ദേശങ്ങൾ പരമാവധി മണ്ണ് ഉള്ളത് നീക്കം ചെയ്യാൻ കഴിയുന്ന നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂട്ടിയിട്ട മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും മണ്ണ് മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ന്യൂസ് മലയാളം, വയനാട്.